ഹീന ജാതിപ്പെട്ട നീ നമ്മുടെ വഴി തടയാറായോ? വഴിന്ന് മാറുക. നിന്നെപ്പോലുള്ള ഏഭ്യന്മാരോട് സംസാരിച്ച് കളയാനുള്ളതല്ല നമ്മുടെ വിനാഴികൾ. മുന്നീന്ന് മാറുക. നാം എന്തിനു മാറണം? നിങ്ങൾക്ക് പോകാൻ ആവശ്യത്തിന് സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, അതുവഴി പൊയ്ക്കൂടെ? എത്തിയോ? നീയാണല്ലോ ഇപ്പൊ ഇവറ്റകളുടെ ദൈവം, മനിച്ച ദൈവം. ഇവരെയും എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് ഒരേ ദൈവമാണ്. ഏതു ദുഃഖത്തിലും ആപത്തിലും ദൈവത്തിന്റെ സഹായഹസ്തമുണ്ടാകും. അയിത്തവും അധികാരഭ്രാന്തും കൊണ്ട് കണ്ണു മൂടിക്കെട്ടിയ ചിലർ അത് തിരിച്ചറിയാതെ പുലമ്പുന്നു മാത്രം. ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഇക്കൂട്ടരുടെ രക്ഷകനാകാനുള്ള നിന്റെ ശ്രമം ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ. ദുഷ്കീർത്തി നേടുന്നതിലും നല്ലത് മരണമാണ്. യുദ്ധമാണതിനുത്തമം. യുദ്ധത്തിലെ മരണത്തിന് ദുഷ്കീർത്തി ഉണ്ടാവില്ല. യുദ്ധം തന്നെയാണ് വേണ്ടത്. ഭഗവാൻ ഇതിന് മറുപടി നൽകുന്നുണ്ടല്ലോ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഗതി പാപകഃ ന ചേനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഈ ആത്മാവിനെ ആയുധം മുറിവേൽപ്പിക്കുന്നില്ല, ഇവനെ തീ ദഹിപ്പിക്കുന്നുമില്ല, ഇവനെ വെള്ളം നനയ്ക്കുന്നുമില്ല, കാറ്റുണക്കുന്നുമില്ല. രക്ഷകനും ശിക്ഷകനും എല്ലാം ദൈവം തന്നെയാണ്. ഭഗവത്ഗീത അതല്ലേ പറയുന്നത്? ഗീത പഠിക്കാനും പറയാനും ആര് നിനക്ക് അധികാരം തന്നു? അതിന് നിനക്കെന്ത് അവകാശം? അറിവാരുടെയും ഭിക്ഷയല്ല. അത് നിഷേധിക്കാൻ ആർക്കും അധികാരവുമില്ല, അവകാശവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് ഭാവിക്കുന്നത് അജ്ഞതയാണ്, ദൈവനിന്ദയാണ്. പരമജ്ഞാനി വന്നിരിക്കുന്നു. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നൊരു ചൊല്ലുണ്ട്. അതേ ഗതി തന്നെ ആയിരിക്കും നിനക്കും. ഇവറ്റകൾ നിനക്കെതിരെ തിരിഞ്ഞുകുത്തുന്ന ഒരു കാലം വിദൂരമല്ല. ഈ ദേശം മുഴുവൻ നിനക്കെതിരെ നിൽക്കും. നിന്നെ ചുട്ടു ചാമ്പലാക്കിയിരിക്കും. എണ്ണമറ്റ ആൾബലമുണ്ടായിട്ടും കുരുക്ഷേത്രത്തിൽ കൗരവർ തോറ്റുപോയില്ലേ? കാലത്തിന്റെ ഗതി അങ്ങനെയാണ്. ഉത്തരമില്ലാതെ വരുമ്പോ ഉപമ ചൊല്ലി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ നീ? അല്ലെങ്കിൽ പറയൂ, കുരുക്ഷേത്ര യുദ്ധകഥയ്ക്ക് ഇവിടെ എന്ത് പ്രസക്തി? ദൈവത്തിന് നിരക്കുന്നതും ദൈവത്തിന് നിരക്കാത്തതും, ഈ രണ്ട് ചേരികൾക്കിടയില് സദാ കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അയിത്തവും ചാതുർവർണ്ണ്യവും കൗരവർക്കൊപ്പമാണ്. ഭഗവാൻ കൃഷ്ണൻ എന്നും പാവപ്പെട്ടവർക്കും ചവിട്ടി മെതിക്കപ്പെടുന്നവർക്കൊപ്പവും. ഇവനോടൊന്നും സംസാരിച്ച് സമയങ്ങളെ നേരമില്ല. മാറിയ പാടില്ല. കലികാല വൈഭവം. മാറില്ലെന്ന് എന്നെ ഉറപ്പിച്ചിരിക്കുകയാണല്ലേ? പിന്നെ നോമങ്ങൾ മാറാം.
മാറ്റത്തിന്റെ സമയം. അതിനൊരു മാറ്റം ഉണ്ടാവോ ശാമി? എല്ലാം മാറും. അറിവാണ് എല്ലാ മാറ്റത്തിന്റെയും തുടക്കം. അറിവാണ് ഏറ്റവും വലിയ ആയുധം. അത് കയ്യിലുണ്ടെങ്കിൽ ആരും ആക്രമിക്കാൻ വരില്ല. വരുന്നവർ പിന്മാറുകയും ചെയ്യും. എങ്ങക്ക് അതിന് വിധിയില്ല ശാമി. എങ്ങടെ മോക്കും അത് എങ്ങടെ വിധിയാ. അറിവ് ആയുധമാക്കിയ ഭടന്മാർ പെരുകുമ്പോൾ ഐത്തവും അനാചാരവും വിരണ്ടോടും. ഇന്ന് വീണുപോയവരാണ് നാളെ പട നയിക്കേണ്ടത്. മാറ്റം അനിവാര്യമാണ്. പഞ്ചമി ഒരു ജ്വാലയാകട്ടെ. അതിൽ നിന്നും അറിവിന്റെ പന്തങ്ങൾ പടരട്ടെ. വേണ്ടാത്തതെല്ലാം അത് ചുട്ടിരിക്കട്ടെ. കരയുകയല്ല, കരകയറുകയാണ് വേണ്ടത്.